ആലുവയിൽ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ് പിടിയിലായത്. പ്രതികളുമായി ഇയാൾക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേർന്ന്. വിഷ്ണു, ഈ കേസിൽ ആകെ എത്ര പ്രതികളുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം? ഒപ്പം ഈ തട്ടിക്കൊണ്ടുപോയ യുവാക്കളെ കുറിച്ച് എന്തെങ്കിലും സൂചന, അവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ പോലീസിന്? സുഹേൽ, പ്രധാന പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അവരിലേക്ക് ഉടൻ എത്താനാകുമെന്ന പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. നിലവിൽ ഇന്നലെ ഈ പ്രതികൾക്ക് വാഹനം റെന്റിന് നൽകിയ രണ്ടുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഇന്നും ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഇയാൾക്ക് ഈ പ്രതികളുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ആലുവ പോലീസ് തിരുവനന്തപുരത്ത് എത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. അപ്പോഴും പ്രധാന പ്രതികളിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങൾ പോലീസിന് മുൻപിലുണ്ട്. അതോടൊപ്പം എത്ര പേരെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിലും ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. എല്ലാത്തിലും ഒരു വ്യക്തത ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിനോടകം തന്നെ സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിച്ചു വരുന്നത്. ആലുവ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ 4 പ്രതികളാണ് നിലവിലുള്ളത്. ഈ 4 പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ ഉടൻ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഇവരുടെ CCTV ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ സംസ്ഥാനം വിട്ടിട്ടില്ല എന്നുള്ള നിഗമനത്തിനാണുള്ളത്. നിലവിൽ ആലുവ പോലീസിന്റെ 3 സംഘങ്ങളായി തിരിഞ്ഞ് എസ്പിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. സുഹൈലും. ശരി, കേസിൽ ഇപ്പോൾ ആകെ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. ഈ തട്ടിക്കൊണ്ടുപോയ യുവാക്കളുടെ എണ്ണത്തിലടക്കം അവ്യക്തതയും ദുരൂഹതയും അതുപോലെ തുടരുകയാണ്.